നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാന്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ഞാൻ ചാകും സാറേ, എന്റെ ഉമ്മയും ഉപ്പായും എന്റെ ബന്ധുക്കളും അനുജനും ഒന്നുമില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട, ഞാൻ ചാകും സാറേ എന്നുള്ളത്. ഇതിന്റെ ഈ ഒരു മുന്നറിയിപ്പിന്റെ പിന്നാലെ തന്നെ പോലീസ് ജയിലിനുള്ളിൽ വൻ നിരീക്ഷണമാണ് അഫ്വാന് മേൽ ഒരുക്കിയിരുന്നത്. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി അഫ്വാനെ തെളിവെടുപ്പിനായി മുത്തശ്ശിയുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ ഈ മുത്തശ്ശിയുടെ മാല കവർന്നതിന് ശേഷം പണയം വെച്ച പണയ സ്ഥാപനത്തിലേക്കും അതുപോലെ തന്നെ എല്ലാവരെയും കൊല്ലാനായി ഉപയോഗിച്ച ചുറ്റികൽ വാങ്ങിയ കടയിലേക്കുമാണ് പോകുന്നത്. ഇന്ന് തെളിവെടുപ്പിനായി ഇരിക്കെയാണ് ഇന്ന് രാവിലെ 6:30 അഫ്വാൻ ഉണ്ടായിരുന്ന സെല്ലിനകത്തെ ശുചിമുറിയിൽ നിന്നും ഉള്ളിലേക്ക് കയറിയ അഫ്വാനെ ഏറെ വൈകിയും കാണാത്തതിനെ തുടർന്ന് പോലീസ് സംഘം അകത്ത് കയറി പരിശോധിച്ചപ്പോൾ അഫ്വാൻ താഴെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തി. അഫ്വാനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയിരുന്ന ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഫ്വാന്റെ ആരോഗ്യാവസ്ഥയിൽ വീണ്ടും ആശങ്ക തുടരുകയാണ്. രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്നാണ് അഫ്വാൻ പോലീസ് കസ്റ്റഡിയിൽ കുഴഞ്ഞു വീണെന്നാണ് മനസ്സിലാകുന്നത്. ബാത്റൂമിൽ പോകാൻ വിലങ്ങ് അഴിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണത്. ഉയരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വീണിരിക്കുന്നത്. ഇതോടെ അഫ്വാൻ ചാടിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഉടനെ കല്ലറയിലെ ആശുപത്രിയിൽ എത്തിച്ചു. രക്തസമ്മർദ്ദം തീരെ കുറവായിരുന്നു, ഇതുകൊണ്ടാണ് കുഴഞ്ഞു വീണത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ശേഷം അഫ്വാൻ ഉറങ്ങുന്നത് കുറവാണ്. ഇതാണ് രക്തസമ്മർദ്ദം കുറച്ചത് എന്നാണ് ഡോക്ടർമാരുടെ നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ അഫ്വാന് ചികിത്സ തുടരേണ്ട സാഹചര്യമുണ്ട്. ശുചിമുറിയുടെ തട്ടിയിൽ നിന്ന് ചാടിയാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് എന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട്. കാരണം ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. മരണഭയം തീരെ ഇല്ലാത്ത ഒരു 23-കാരനാണ് എന്നറിയാം. കാരണം നേരെ തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ആത്മഹത്യയിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് അമ്മയടക്കം 6 പേരെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയത്. അപ്പോഴും രക്തവും അതുപോലെ തന്നെ നിലവിളിയും ഏറ്റവും രക്തബന്ധവും ഒന്നും തന്നെ കണ്ട് അറപ്പുമാറിയ ഒരു വ്യക്തിയാണ്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാനുള്ള വ്യക്തിയാണ്. മരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എലിവിഷം കഴിച്ച് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. എലിവിഷം കഴിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇയാളുടെ മനസ്സിൽ കയറി കൂടിയിട്ട് കുറെ നാളുകളായി. സത്യത്തിൽ ഈ ഒരു വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ താഴെ കമന്റായി വരുന്നത് ആരാണ് ഇവനെ തടഞ്ഞു വെക്കുന്നത്, പോയി ചാകാൻ പറ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. ശരിയാണ്, അത് അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്പോൾ നമുക്ക് അങ്ങനെ പറയാനും പാടില്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇയാൾ ചാടിയതാണോ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പിനായി കൊണ്ടുവരാനായി ഇരിക്കുകയായിരുന്നു. ഇവിടേക്ക് എല്ലാം വരേണ്ടതുണ്ട്. എല്ലാം തന്നെ ബന്ധുക്കളുടെ വീടുകളാണ്, അതുപോലെ തന്നെ നാട്ടുകാരുണ്ട്. അവരെങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അങ്ങനെ അനവധി സംശയങ്ങളിൽ പേടിയോ ഭയമോ ഒക്കെ കൊണ്ടായിരിക്കണം തലകറങ്ങി വീണിട്ടുണ്ടാകുക, അല്ലെങ്കിൽ പേടിയോ ഭയമോ ഒക്കെ കൊണ്ടായിരിക്കണം ആത്മഹത്യ ചെയ്യുന്നത്. അതായത് ചാടി മരിച്ചെങ്കിലും വീഴാമെന്ന് കരുതിയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഈ തെളിവെടുപ്പ് ഒന്ന് തള്ളിവെക്കാൻ, ഒന്ന് നീട്ടിവെക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നറിയില്ല. എന്തായാലും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായിരിക്കുകയില്ല. അതായത് തെളിവെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആളുകളുടെ പ്രതികരണം നടക്കം പേടിയോടുകൂടിയാണ് അഫ്വാൻ അതൊക്കെ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അഫ്വാന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസം തന്നെയായിരുന്നു. കാരണം ഷെമി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്ന് വരുന്ന ആ കള്ളത്തരം പൊളിച്ചെടുക്കുകയായിരുന്നു ആശുപത്രിയിൽ. എന്തായാലും ഷെമി ഇളയ മകൻ മരിച്ച വിവരം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അഫ്വാന്റെ കൈകൾ കൊണ്ടാണ് മരണപ്പെട്ടത് എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഷെമിക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഷെമി ഇതുവരെയും പറയാത്ത സത്യങ്ങൾ മറ്റെല്ലാവർക്കും അറിയുന്ന സത്യങ്ങൾ, എന്നാൽ എല്ലാവർക്കും അറിയാമെന്ന് ഷെമി അറിയാത്ത സത്യം ഷെമിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇളയ മകന് എന്താണ് സംഭവിച്ചത് എന്ന് മറ്റാരും പറയാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കൈ കൊണ്ടായിരിക്കുമെന്ന് വ്യക്തമായി ഷെമിക്കറിയാം. എന്നാലും ശുചിമുറിയുടെ തിട്ടയിൽ നിന്നും ചാടി ഇപ്പോൾ ജീവനെടുക്കാൻ അഫ്വാൻ ശ്രമിച്ചിരിക്കുകയാണ് എന്ന വിവരവും പുറത്തുവരികയാണ്. പ്രതി ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതായി പോലീസ് പലവട്ടം പറയുന്നുണ്ട്. കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ നാടകീയ സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറുന്നത്. പ്രതി അഫ്വാനെ കൊല നടത്തിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടക്കാനിരിക്കുന്ന പോലീസിന്റെ തീരുമാനം. മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. അതിനാൽ ആ കേസിന്റെ തെളിവ് ശേഖരണമാണ് പ്രധാനമായി നടത്താനിരുന്നത്. തലകറങ്ങി വീണതെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നം അഫ്വാൻ ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മാല ചോദിച്ചിട്ടും തരാത്തതിനാലാണ് മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതെന്ന് അഫ്വാൻ കഴിഞ്ഞ ദിവസം പോലീസിനോട് പറഞ്ഞിരുന്നു. കുഴിയിൽ കാലം നീട്ടിയിരിക്കുന്ന കിളവി മാല ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ടാണ് കൊന്നത് എന്നാണ് അഫ്വാൻ പോലീസിനോട് പറഞ്ഞത്. 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് മുത്തശ്ശി കൊലപ്പെടുത്തിയത് എന്തിന് എന്ന വിവരം പോലീസിനോട് പറഞ്ഞത്. കൊലപാതകത്തിന് ശേഷം മാല ഊരിയെടുത്ത് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചുവെന്നും അഫ്വാൻ പറയുന്നു. അഫ്വാനുമായി പോലീസ് കൊലപാതകം നടന്ന പാങ്ങോട്ടുള്ള വീട്ടിലും ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്താൻ പോലീസ് പദ്ധതിയിട്ടിരുന്നു. ഇതിനിടയിലാണ് അഫ്വാൻ കുഴഞ്ഞു വീണിരിക്കുന്നത്. തന്റെ
തന്റെ പേരിൽ ഉണ്ടായിരുന്ന കാർ നഷ്ടമായതായി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു. നെടുമങ്ങാട് രജിസ്ട്രേഷനുള്ള കാറാണ് നഷ്ടമായത്. മാത്രമല്ല ഇതിനിടയിൽ അഫാനും ഉമ്മയും ചേർന്ന് വാങ്ങിയ പണത്തിൽ പകുതിയും അത് കരസ്ഥമാക്കി, അല്ലെങ്കിൽ പകുതി പണവും അത് ഉപയോഗിച്ചത് റഹീമാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ, വാങ്ങിയ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി പലരെയും മറിക്കുകയും തിരിക്കുകയും പൈസ ഉള്ള ബന്ധുക്കളെ, അതുപോലെ തന്നെ ഈ മൂത്താപ്പ ലത്തീഫിനെയും സാജിദയെയും കൊല്ലുന്നതിന് കാരണം അവൻ പറയുന്നത് അവൻ്റെ ഉമ്മായെയും കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഒരുപക്ഷെ അദ്ദേഹം ഈ റഹീമിൻ്റെ ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ ഇവരുടെ തെറ്റായ പോക്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു രക്ഷകർത്താവ്, സ്ഥലത്തുള്ള രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ കുറ്റപ്പെടുത്തി കാണാം. ഈ ആഡംബര ജീവിതം, അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ യാതൊരു രേഖകളുമില്ലാതെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരികയും അതിന് ചെലവിന് കൊടുക്കാൻ മറ്റൊരു മാർഗ്ഗമില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി വലിയച്ഛൻ എന്നുള്ള നിലയിൽ കുറ്റപ്പെടുത്തി കാണാം. ആ കുറ്റപ്പെടുത്തിയതിൽ, അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതിലുള്ള വൈരാഗ്യത്തിലാണ് ലത്തീഫിനെയും സാജിദയെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അഫാൻ ഇത്തരത്തിൽ പൈസ വാങ്ങിച്ചതെന്ന് പറയുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ പോയി നോക്കുമ്പോഴും അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ ആ ആഡംബരം എന്ന് ചൂണ്ടിക്കാണിക്കാനൊന്നും കാണാനില്ല, പ്രത്യക്ഷത്തിലില്ല. ഇനി ഫോണിലാണെങ്കിലും ഇപ്പോൾ ബെറ്റിംഗ് ആപ്പുകൾ പോലെയുള്ള എന്തെങ്കിലും സംഭവത്തിലാണോ അഫാൻ ശരിക്കും കുടുങ്ങിയതെന്നൊരു ചോദ്യമുണ്ടല്ലോ. അത്തരം സാങ്കേതിക വിഷയങ്ങൾ നമുക്കറിയില്ല. ഒന്ന്. രണ്ട് എന്ന് പറയുന്നത് ഒരു ആഡംബര പ്രേമിയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഐഫോൺ ഇറങ്ങിയ സമയത്ത് വാങ്ങിക്കൊടുക്കാൻ പക്ക സാമ്പത്തിക ശേഷിയുള്ളൊരു പിതാവല്ല റഹീം. അവൻ്റെ ചുറ്റുപാടും അങ്ങനെയല്ല. അന്ന് അത് വേണം എന്ന് ശഠിക്കുകയും അത് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത അഫ്വാൻ ആഡംബര ജീവിതത്തിൽ തൽപരനല്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിച്ചൊരു കുട്ടിയല്ല. രണ്ട്, ഒരു ബുള്ളറ്റും ഒരു ബൈക്കും ഒരേ സമയം ഉപയോഗിച്ചവരാണ്. ഒരാൾക്കൊരു വാഹനം വേണമെങ്കിൽ ഒരു ബൈക്ക് ഓക്കെ, അത് CC ഇട്ടോ ഏതെങ്കിലും നിലയിൽ, അതിൻ്റെ കൂടെ ഒരു ബുള്ളറ്റ് കൂടി വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഭദ്രതയുള്ളൊരു വീട്ടിലുള്ളൊരു കുട്ടിയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ രക്ഷകർത്താക്കൾ വാങ്ങിക്കൊടുത്തതാണ് അവനോടുള്ള വാത്സല്യവും സ്നേഹവും. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ തീർച്ചയായും പിന്നെ നിങ്ങൾ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങൾ, പിന്നെ സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ ടെലിഫോണിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതികമായ കാര്യങ്ങളിൽ, ഇനി അതുപോലെ തന്നെ ഈ മൊബൈലിലെ റമ്മി കളിയോ അതുപോലെയുള്ള നിഗൂഢമായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഇനി വളരെ വിശദമായി പോലീസ് പരിശോധിച്ചാലേ അതൊന്നും നമുക്കൊന്നും പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും ശരി, എന്തൊക്കെ ദുരൂഹതകളുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ ഉമ്മയുടെ മൊഴി, അത് ഇതുവരെ ഉണ്ടായിരുന്നത് കട്ടിലിൽ നിന്ന് വീണു എന്നുള്ള ഇതാണ്. അപ്പം മകൻ മരിച്ചു എന്ന കാര്യം ഇപ്പം ഉമ്മയെ അറിയിച്ചു എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചായിരുന്നു? ഇല്ല, അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ ഇതുവരെയും വന്നില്ല. ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ അവസാനമായി കുട്ടിയുടെ ഉമ്മയെ കണ്ടത്. അവരുടെ ഒരു അവസ്ഥയനുസരിച്ച് നമുക്കൊന്നും അങ്ങനെ എന്താണ് സംഭവിച്ചത്, നിങ്ങളുടെ മകൻ അങ്ങനെ ചോദിക്കാൻ പൊതുപ്രവർത്തകർക്കാവില്ല. അത് പോലീസിന് വിശദമായി ചോദ്യം ചെയ്യുമ്പോഴേക്കാൻ. ഇതുവരെയും അവർ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഭർത്താവിൻ്റെ അമ്മയെ കൊന്നതോ ഭർത്താവിൻ്റെ ചേട്ടനെയും ഭാര്യയെയും കൊന്നതോ അല്ലെങ്കിൽ ഈ സ്വന്തം കുഞ്ഞിനെ കൊന്നതോ ഒന്നും അറിഞ്ഞു കാണില്ല. അപ്പോൾ അവർക്കുണ്ടായ ത്യാഗം സഹിച്ചുകൊണ്ട് മകനെ എങ്ങനെയെങ്കിലും കേസില്ലാതെ രക്ഷപ്പെടുത്താം എന്നുള്ളൊരു ധാരണയായിരിക്കാം ഒരു അമ്മ മനസ്സിനുണ്ടായിരുന്നത് എന്നാണ് അതിൽ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനി മകനെയും കൊന്നു, അമ്മാവിയെയും കൊന്നു, ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊന്നു എന്നറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല ഭർത്താവ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഒരു നിലപാടെന്താണ് എന്നൊക്കെ ആശ്രയിച്ച് അവർക്ക് സത്യം പറയേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പോലീസ് ഇപ്പോൾ ചോദിച്ചത് കണക്കായിരിക്കില്ലല്ലോ ഇനിയുള്ള ചോദ്യം. എന്തായാലും കാർ അഫ്വാൻ പണയം വെച്ചതാകാമെന്നാണ് നിഗമനത്തിൽ വരുന്നുണ്ട്. കാറിനെ പറ്റിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂട്ടക്കൊലപാതക ദിവസം ഉമ്മയെ ആക്രമിച്ച പ്രതി ചുറ്റിക വാങ്ങി നേരെ പോയത് പിതൃമാതാവിന്റെ വീട്ടിലേക്കായിരുന്നു. അതിനിടെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയോട് ഇളയ മകൻ മരിച്ച വിവരം കുടുംബം അറിയിച്ചു. മക്കളെ തിരക്കിയപ്പോൾ രണ്ടുപേരും അപകടത്തിൽ പരിക്കേറ്റുവെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നുമാണ് പിതാവ് ആദ്യം പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഷെമി നിർദ്ദേശിച്ചപ്പോഴാണ് ഇളയ മകൻ മരിച്ച വിവരം അബ്ദുൾ റഹീം പറഞ്ഞത്. ICUവിൽ തുടരുന്ന ഷെമിയോട് ഘട്ടം ഘട്ടമായി കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവങ്ങൾ അറിയിക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു മരണവിവരം പറഞ്ഞത്.